പ്രിയ സുഹൃത്തെ, നമ്മളെ ചുറ്റുവട്ടത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ വീണ്ടും കൂടുതൽ കൂടുതൽ ദരിദ്രരാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അതേസമയം പണക്കാരായിട്ടുള്ള ആൾക്കാർ വളരെ വേഗത്തിൽ വീണ്ടും വീണ്ടും വലിയ വലിയ പണക്കാരായിട്ട് മാറുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെല്ലാവരുടെ ലൈഫിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള വെൽത്ത് എൻജിൻസ് ഉണ്ട്. അതായത് ഓരോ ആൾക്കാരുടെ ഉപയോഗിക്കുന്ന എൻജിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിപ്പോൾ ഒരു നാനോ കാറാണെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ബലനോ കാറാണെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഫെരാരി ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ 3 കാറും ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മൈക്കിൾ ഷൂമക്കർ അല്ലെന്നുണ്ടെങ്കിൽ ലൂയിസ് ഹാമിൽട്ടൺ, ഫോർമുല 1 ചാമ്പ്യനായിട്ടുള്ള ഇവരാണ് ഈ കാറ് ഡ്രൈവ് ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചു. ഇവർക്ക് എല്ലാവർക്കും ഇത് ഓരോ രീതിയിലായിരിക്കും ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ല, ഇദ്ദേഹത്തിൻ്റെ കഴിവ് സെയിം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഈ പറഞ്ഞ 3 കാറിൻ്റെയും മാനുഫാക്ചറിങ് ക്വാളിറ്റിയും അതോടൊപ്പം തന്നെ എൻജിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ മാക്സിമം ചിലപ്പോൾ ഒരു 90 കിലോമീറ്റർ വരെ ആയിരിക്കും പോകാൻ പറ്റുന്നത്. ഇവിടെ ചിലപ്പോൾ ഒരു 120 അല്ലെങ്കിൽ 130 വരെയൊക്കെ മാക്സിമം പോകാൻ പറ്റുമായിരിക്കും. ഇവിടെ ചിലപ്പോൾ 200-300 കിലോമീറ്റർ പോകാൻ പറ്റുമായിരിക്കാം. കാരണം അത് എൻജിൻ വ്യത്യാസമുണ്ട്. ആ എൻജിൻ വ്യത്യാസം അനുസരിച്ച് ഇവർക്ക് കൂടുതൽ സ്പീഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ സംബന്ധിച്ച് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 3 വെൽത്ത് എൻജിനെ കുറിച്ചാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് നമുക്ക് ശരിയായ രീതിയിൽ തീരുമാനം നമുക്ക് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കും വളരെ വേഗത്തിൽ വേണമെങ്കിൽ പണക്കാരനാകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നേ ദിവസം ഈ ഒരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച് ടിപ്സ് പവർഡ് ബൈ ഡൈസ് ഇൻവെസ്റ്റ്. മൈ നെയിം ഈസ് പ്രിൻസൺ ഡൈസ്. തൊമ്മിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 3 വെൽത്ത് എൻജിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് പല ആൾക്കാരും എന്തുകൊണ്ട് കൂടുതൽ പണക്കാരായിക്കൊന്നു, ദരിദ്രരായിട്ടുള്ളവർ വീണ്ടും ദരിദ്രരായിട്ടുള്ള അവസ്ഥയിൽ തന്നെ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇതിന് നമുക്ക് കാരണം കണ്ടെത്താൻ വേണ്ടി ഈ 3 വെൽത്ത് എൻജിൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിലുള്ള കുറേ ആൾക്കാരുണ്ട്. ഇന്ന് ലോകത്തിലുള്ള ജനസംഖ്യയുടെ 89% കാറ്റഗറിയും ഈ ബോക്സിൻ്റെ ഉള്ളിലാണ്. ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരു കാര്യം ട്രേഡ് ചെയ്യുന്നുണ്ട്. ഈ ട്രേഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ടൈം ഫോർ മണി, പണത്തിന് വേണ്ടി സമയം കൊടുക്കുന്നവർ. ഈ പണത്തിന് വേണ്ടി സമയം കൊടുക്കുന്ന ആൾക്കാരാണ് ലോകത്തിലുള്ള 89% ആൾക്കാർ. അപ്പോൾ ഇവരുടെ ലൈഫിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം നോർമലി ഇവർ വർക്ക് ചെയ്യുന്നു, അതിൽ നിന്ന് ഇവർ ഏൺ ചെയ്യുന്നു, അതിൽ നിന്ന് ഇവർ സ്പെൻഡ് ചെയ്യുന്നു, ഇവർ ജസ്റ്റ് സർവൈവ് ചെയ്യുന്നു, വീണ്ടും വർക്ക് ചെയ്യുന്നു, ഏൺ ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു, സർവൈവ് ചെയ്യുന്നു. ഇതേപോലെ ഇവരിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം ഇവരെ സംബന്ധിച്ച് കുറേ ലിമിറ്റേഷൻ ഉണ്ട്. ഒന്നാമത്തെ കേസ്, ഇവർക്ക് പ്രത്യേകിച്ച് വലിയ സ്കില്ലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന സമയത്തിന് കിട്ടുന്ന വില വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് എമർജൻസി ഫണ്ട് ഉണ്ടാവില്ല, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല, ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നാളെ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും തകർന്ന് തരിപ്പണമാവും. ഇന്ന് ലോകത്തിലുള്ള ഏകദേശം 89% ആൾക്കാരും ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നാളെ ഇവർക്ക് ടൈമോ സ്കില്ലോ ഈ പറയുന്ന സംഭവങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതോടെ വരുമാനം ഇല്ലാതായി. ഇനി രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരും ട്രേഡ് ചെയ്യുന്നുണ്ട്. ലോകത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ, അതായത് ഒരു വർക്കിംഗ് ഫോഴ്സിന്റെ ഒരു 10% വരുന്നത് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഇവര് എന്താണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് സ്കിൽ ഫോർ മണിയാണ്. ഇവരെ കഴിവാണ് വിൽക്കുന്നത്. ഇവർ സമയം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ടൈം പ്ലസ് സ്കിൽ. ഇവരുടെ സ്കിൽ, ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പല സ്കില്ലുകളുണ്ട്. ആ സ്കില്ലാണ് ഇവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് രോഗികളെ ചികിത്സിക്കാനുള്ള ഒരു സ്കില്ലുണ്ടാവും. അപ്പോൾ അതിന് ഇവരെ സംബന്ധിച്ച് ഇവർ ചാർജ് ചെയ്യുന്ന എമൗണ്ട് വളരെ കൂടുതലായിരിക്കും.
ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹത്തിന് വാദിക്കാനുള്ള സ്കിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇദ്ദേഹം മണിക്കൂറിന് 5 ലക്ഷം 10 ലക്ഷം രൂപയൊക്കെ ചാർജ് ചെയ്തിരിക്കും. അപ്പൊ ഇവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് ഇവരെ പെർ അവർ കോസ്റ്റ് ഇൻകം ഇവർക്ക് കൂട്ടാൻ സാധിക്കും. ഇവരെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യം വേണ്ട കുഴപ്പമില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, അത്യാവശ്യം വേണ്ട ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവും, ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടാവും. കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കിട്ടുന്ന എമൗണ്ട്, അവരുടെ സമയത്തിന് അവർക്ക് കിട്ടുന്ന ഇൻകം എന്നത് വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഉണ്ട്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള 1% ആൾക്കാരാണ് ഈ ഒരു കാറ്റഗറിയിലുള്ളത്. ഇവരും ഒരു സംഭവം ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇവർ എന്ത് ചെയ്യുന്നു? മണി ഫോർ മണി. ഇവര് പൈസ ഉപയോഗിച്ചിട്ട് പൈസ ഏൺ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഇവരുടെ സമയ സ്കില്ലൊന്നല്ല, ഇവരെ പണമാണ് ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സപ്പോസ് ഇപ്പൊ താങ്കളുടെ കയ്യിൽ ഇപ്പൊ 1 കോടി രൂപയുണ്ട്. താങ്കൾ ഇപ്പൊ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. ആ മ്യൂച്വൽ ഫണ്ട് ഈ വർഷം 10% റിട്ടേൺ ജനറേറ്റ് ചെയ്തു. 10% റിട്ടേൺ ജനറേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ താങ്കൾ ആ ഒരു വ്യക്തിക്ക് ഇൻകം ജനറേറ്റ് ആയി ആ ഒരു വർഷം. അതേസമയം ഇവിടെ 10 കോടി രൂപ ഉണ്ടെങ്കിൽ 10% തന്നെയാണ്, പക്ഷെ 1 കോടി രൂപ ഇൻകം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. അതായത് ഇവിടെ ഇദ്ദേഹത്തിന്റെ സമയമോ കഴിവൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ പണം. ഇപ്പൊ 100 കോടി ഉണ്ടെങ്കിൽ 10% 10 കോടി രൂപ ആ ഒരു വർഷത്തിനുള്ളിൽ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഒരു കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ പ്രസന്റേഷൻ സ്കില്ല്, എൻ്റെ ക്ലോസിംഗ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഈ പറഞ്ഞ പല സ്കില്ലുകളും ഞാൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇവിടെ എനിക്ക് കിട്ടിയിരുന്ന വെച്ചാൽ വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ട് ആണെങ്കിൽ ഗ്രാജ്വലി എൻ്റെ പെർ അവർ എമൗണ്ട് എനിക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങി. ആ കൂടുതൽ കിട്ടിയ ആ ഒരു എമൗണ്ട് പതുക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, പീപ്പിളിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, അങ്ങനെയുള്ള പല സംഭവത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ പതുക്കെ എനിക്ക് പണം ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചു. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അവസ്ഥയിൽ മാത്രം കിടന്ന് കളിക്കരുത്. നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ കഴിവ് കൂട്ടിയിട്ട് നമ്മൾ പതുക്കെ ഈ ലെവലിലേക്ക് മാറി, അതിൽ നിന്ന് ഈ ലെവലിലേക്ക് മാറി നമ്മളെ പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. ഈ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. കാരണം ഇത് രണ്ടും ആക്റ്റീവിങ്കോ നമ്മുടെ സമയം സ്കില്ലാണ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് തരുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവിങ്കോ. ഇവിടെ ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഒരു പ്രാധാന്യമില്ല. ഇവിടെ ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലാതായാൽ അതോടെ ഇൻകം സ്റ്റോപ്പ് ആവും. പക്ഷെ ഇവിടെ ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലാതായി കഴിഞ്ഞാലും ഈ ഇൻകം ഒരു തരത്തിൽ സ്റ്റോപ്പ് ആകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മണി ഫോർ മണി, അതായത് പണം നമുക്ക് വേണ്ടി പണം സമ്പാദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന ആക്റ്റീവ് ഇൻകം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളെ സംബന്ധിച്ച് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ താങ്കൾക്ക് അറിയണമെന്നെങ്കിൽ താങ്കൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ ഉത്തമ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.